നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്. ഒരു 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നൊരു അമ്മ അവനെക്കുറിച്ച് ഒരുപാട് പരാതികളാണ് പറഞ്ഞു തുടങ്ങിയത്. ഈ കോവിഡിൻ്റെ സമയത്ത് 2 വർഷക്കാലം വീട്ടിലിരുന്നു, ഓൺലൈൻ വിദ്യാഭ്യാസമായിരുന്നു. അതിനുശേഷം ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കയ്യിൽ നിന്ന് താഴ്ത്ത വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയി. കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ 6 സ്കൂളുകൾ മാറ്റേണ്ടി വന്നു. കാരണം ഇവനെക്കുറിച്ചുള്ള പരാതികൾ എല്ലാ സ്കൂളിലും ഒരുപോലെ തന്നെയാണ്. ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, അടുത്തിരിക്കുന്ന കുട്ടികളെ ശല്യപ്പെടുത്തുന്നു, അധ്യാപിക പഠിപ്പിക്കുമ്പോൾ പാട്ട് പാടുന്നു, സംസാരിക്കുന്നു, ചിലപ്പോൾ ഇറങ്ങി നടക്കുന്നു, മുൻബെഞ്ചിലിരിക്കുന്ന കുട്ടികളെ തോണ്ടുന്നു, ചിലപ്പോൾ എന്തെങ്കിലും ചോക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ മുൻപോട്ടെടുത്ത് എറിയുന്നു. വലിയ ശല്യമാണ്. വീട്ടിലെ അവസ്ഥയും അതുതന്നെയാണെന്നാണ് അമ്മ പറയുന്നത്. വീട്ടിൽ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കില്ല, ഇങ്ങനെ ഓടി നടക്കുകയാണ്. പ്രായം ചെന്ന് 75 വയസ്സുള്ളൊരു മുത്തശ്ശി ഉണ്ടാകും. മുത്തശ്ശിയൊക്കെ ചില സമയത്ത് ഇടിച്ച് തെറിപ്പിച്ചിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടം. ഒരു പ്രാവശ്യം ഈ കുട്ടിയുടെ ഇടി കൊണ്ടിട്ട് മുത്തശ്ശി വീണ് കാലിൻ്റെ എല്ലൊടിയുന്നൊരു അവസ്ഥ വരെ വന്നു. സഹിക്കാൻ പറ്റാത്ത സ്വഭാവമാണ് എന്നാണ് പറയുന്നത്. പഠനത്തിലും വല്ലാത്ത മോശം അവസ്ഥയാണ്. അപ്പോൾ ഓരോ സ്കൂളുകളിൽ കൊണ്ടുചെന്ന് ചേർക്കുന്നു. 2 മാസം അല്ലെ 3 മാസം, അത് കഴിയുമ്പോഴത്തേക്ക് സ്കൂളുകാർ പറയുകയാണ് ഇവനെ ഒന്ന് കൊണ്ടുപോയി തരുമോ എന്ന് പറയുകയാണ്. അങ്ങനെ മറ്റൊരു സ്കൂളിൽ കൊണ്ടുപോകേണ്ടി വരുന്നു. അവിടെയും അധികകാലം മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ. ഇവനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഇവനെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ വല്ലതും കൊണ്ടുപോയി ആക്കട്ടെ എന്നാണ് ആ അമ്മ ചോദിക്കുന്നത്. ഈ ഒരു അവസ്ഥ, ഈ കുട്ടിയിൽ കാണുന്ന ഈ പെരുമാറ്റ വ്യത്യാസം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ADHD എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ലക്ഷണമാണ്. കുട്ടികളിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന ഒരു പെരുമാറ്റ പ്രശ്നമാണ് ഈ ADHD. സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ 7 മുതൽ 10% വരെ കുട്ടികളിൽ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അതൊരു ക്ലാസ് എടുത്താൽ 3-4 കുട്ടികൾക്ക് ADHD ശരാശരി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. ഇത് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. 3 ഇരട്ടി കൂടുതൽ ആൺകുട്ടികളിലാണ് കണ്ടുവരുന്നത്. 7 വയസ്സിന് മുൻപ് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുമെങ്കിലും ചില വ്യക്തികളിൽ ഒരു 12 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഇത് കൂടുതൽ പ്രകടമാകുന്നത്. 3 ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്നാമത്തെ ലക്ഷണം ശ്രദ്ധക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപകർ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കത്തില്ല. സ്വപ്നലോകത്തിൽ എന്ന പോലെ ഇരിക്കും. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ശ്രദ്ധ പതറിപ്പോകും. പഠിപ്പിക്കുന്നതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണർന്നു വരും. ഇതാണ് ശ്രദ്ധക്കുറവിൻ്റെ അവസ്ഥ. ഇത് മറവിയുടെ രൂപത്തിലും പ്രകടമാകാം. ഒരു ഹോംവർക്കോ അസൈൻമെൻറ്റോ കൊടുത്തു, പിറ്റേ ദിവസം അത് ചെയ്യാതെ വരികയാണ്. എന്താ ചെയ്യാഞ്ഞതെന്ന് ചോദിച്ചാൽ അയ്യോ മറന്നുപോയി എന്ന് പറയുന്നു. ഒരു 4 സാധനങ്ങൾ വാങ്ങാൻ ഏൽപ്പിച്ച് കടയിലേക്ക് വിട്ടാൽ ആദ്യത്തെ 2 മാത്രം വാങ്ങിയിട്ട് വരും. ബാക്കി എന്തേ വാങ്ങിയില്ല എന്ന് ചോദിക്കുമ്പോൾ അയ്യോ മറന്നുപോയി എന്ന് പറയും. ഈ കുട്ടികൾ ഉണ്ടാകുന്ന ഈ മറവി ശരിക്കും മറവി രോഗത്തിൻ്റെ ലക്ഷണമല്ല, മറിച്ച് ശ്രദ്ധക്കുറവിൻ്റെ ലക്ഷണമാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ തലച്ചോറിൽ പതിയാത്തത്, പിന്നീടത് അനുസ്മരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഈ ശ്രദ്ധക്കുറവ് മൂലം പഠനത്തിൽ പിന്നാക്കാവസ്ഥ വരും. കാരണം ഈ പഠിക്കുന്ന കാര്യങ്ങളൊന്നും തലച്ചോറിൽ പതിയാത്തത് മൂലം ഓർത്തെടുക്കാൻ പറ്റില്ല, പരീക്ഷയ്ക്ക് എഴുതാനും പറ്റില്ല. അങ്ങനെ പഠനം മോശമാകും. രണ്ടാമത്തെ ലക്ഷണം അമിത വികൃതിയാണ്. 1 മിനിറ്റ് പോലും അടങ്ങിയിരിക്കാതെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പുസ്തകങ്ങളിൽ പറയുന്നത് ഒരു മോട്ടോർ ഘടിപ്പിച്ച യന്ത്രം പോലെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എന്നാണ് ADHD ഉള്ള കുട്ടിയെ വർണ്ണിച്ചിരിക്കുന്നത്. അമ്മമാർ പറയും കിടക്കുമ്പോൾ പോലും കയ്യോ കാലോ തലയോ ഒക്കെ ഇങ്ങനെ നിരന്തരം അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ അടങ്ങിയിരിക്കത്തില്ല, ക്ലാസ് നടക്കുമ്പോൾ സംസാരിക്കും, അടുത്തിരിക്കുന്ന കുട്ടികളെ ശല്യപ്പെടുത്തും, ചിലപ്പോൾ പാട്ട് പാടും, ചിലപ്പോൾ ഇറങ്ങി നടന്നെന്നിരിക്കും. വീട്ടിലാണെങ്കിലും അതുപോലെയാണ്. അതിവേഗത്തിൽ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കും. എല്ലാവരും ഇടിച്ച് തെറിപ്പിച്ച്, സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഇടിച്ച് തെറിപ്പിച്ചൊക്കെ ഓടി നടന്നുകൊണ്ടിരിക്കും. ഇനി 3ാമത്തെ ലക്ഷണം എടുത്തുചാട്ട സ്വഭാവമാണ്. എടുത്തുചാട്ടം ക്ലാസ്സിലും പുറത്തും ഒരുപോലെ കാണും. ക്ലാസ്സിലെ എടുത്തുചാട്ടത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണം ചോദ്യം ചോദിച്ച് പൂർത്തിയാകുന്നതിന് മുമ്പ് ഉത്തരം വിളിച്ചു പറയും. 4 + 4 എത്ര എന്ന് ചോദിച്ചാൽ 8 എന്ന് പറയും. 8 + 8 എത്ര എന്ന് ചോദിച്ചാൽ ചോദ്യം പൂർത്തിയാകുന്നതിന് മുമ്പേ 12 എന്ന് വിളിച്ചു പറയും. ഇത്തരം കെയർലെസ് മിസ്റ്റേക്സ്, അലക്ഷ്യമായ തെറ്റുകൾ ക്ലാസ്സിൽ മാത്രമല്ല പരീക്ഷാ കടലാസിലും പ്രകടമാവും. ഈ കുട്ടികളെക്കുറിച്ച് പൊതുവെ അധ്യാപകർ പറയും നല്ല ബുദ്ധിയുള്ള കുട്ടിയെ, പക്ഷേ ഭയങ്കര കെയർലെസ് ആണ്, അതുകൊണ്ട് അലക്ഷ്യമായ തെറ്റുകൾ വരുത്തുന്നു. ഉത്തരക്കടലാസിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ തെറ്റ് വരാം, കണക്ക് എടുത്തെഴുതി കഴിഞ്ഞാൽ തെറ്റ് വരാം, ചോദ്യത്തിൻ്റെ നമ്പർ മാറിപ്പോകാം, ചിലപ്പോൾ പേപ്പർ കെട്ടിവെക്കുന്നത് തിരിഞ്ഞു പോകാം. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. വീടിന് പുറത്തും സ്കൂളിന് പുറത്തും ഇതേപോലെ എടുത്തുചാട്ടത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവും. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്, അതിവേഗത്തിൽ വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ക്ഷമയില്ല കാത്തു നിൽക്കാൻ, നേരെ ഒരു ഓട്ടം വെച്ച് കൊടുക്കും, ചിലപ്പോൾ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചെന്നിരിക്കും, ആക്സിഡൻറ്റ് പറ്റിയെന്നിരിക്കും. ഒരു ക്യൂവിൽ നിൽക്കാനുള്ള ക്ഷമയില്ല, മുൻപിലിരിക്കുന്ന ആളിനെ ഇടിച്ച് തള്ളി മുമ്പോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.
അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനടി കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്രകടനം, സാധനങ്ങൾ എടുത്ത് എറിഞ്ഞെന്നിരിക്കും. ഈ ADHD ഉണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ തലച്ചോറിൻ്റെ മുൻഭാഗത്ത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഡോപ്പമിൻ എന്ന രാസവസ്തു കുറയുന്നു. ഇതാണ് ശ്രദ്ധക്കുറവിൻ്റെ കാരണം. തലച്ചോറിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങൾ തമ്മിലുള്ള ഏകോപനം കുറയുന്നതാണ് പെരുമാറ്റ വ്യത്യാസങ്ങൾ, അമിത വികൃതിയും എടുത്തുചാട്ടവും വരാനുള്ള കാരണം. ഇത് കൃത്യമായി ചികിത്സയിലൂടെ ഫലപ്രദമായി നിയന്ത്രിക്കാവുന്ന ഒരു അസുഖമാണ്. ഈ ഡോപ്പമിൻ്റെ അളവ് കൂട്ടാനും തലച്ചോറിൻ്റെ ഏകോപനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന സുരക്ഷിതമായ മരുന്നുകൾ നിലവിലുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ചാൽ ഇത് ഭംഗിയായി കുറയ്ക്കാൻ പറ്റും. ശ്രദ്ധ കൂട്ടാനും ഏകാഗ്രത കൂട്ടാനുമുള്ള മനഃശാസ്ത്ര ചികിത്സകളും പരിശീലനങ്ങളും കായിക വ്യായാമം ഉറപ്പുവരുത്തുകയും അതോടൊപ്പം മാതാപിതാക്കൾക്ക് ഇതെന്താണ് ഇത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു ദിശാബോധവും നൽകി കഴിഞ്ഞാൽ, ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഭംഗിയായി ADHD ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും. ചികിത്സിക്കാതെ പോയാൽ ADHD കുട്ടികൾ ആദ്യം ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് അടിമപ്പെടും. കൗമാരത്തിലേക്ക് എത്തുമ്പോൾ ലഹരി പരീക്ഷിക്കാനും ലഹരിക്ക് അടിമപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ADHD കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത് ഭാവിയിൽ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള സാമൂഹിക നിക്ഷേപമാണ്. നമസ്കാരം.